നിലവിൽ ലോകത്തിലെ ഏറ്റവും വലിയ കായിക മാമാങ്കമാണല്ലോ ഫിഫ വേൾഡ് കപ്പ്. എന്നാൽ ഇത്ര വലിയൊരു ടൂർണമെന്റ് ആയിരുന്നിട്ടും ഇതിലെ ജേതാക്കളെ കാത്തിരിക്കുന്ന സമ്മാനങ്ങളും സൗഭാഗ്യങ്ങളും എന്തൊക്കെയാണെന്ന് നമ്മളിൽ പലർക്കും ഇന്നും അറിയില്ല എന്നതാണ് സത്യം. അതെന്തൊക്കെയാണെന്നാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ കാണാൻ പോകുന്നത്. 2026 വേൾഡ് കപ്പിലാണ് ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ സമ്മാനത്തുക നൽകുന്നത്. ടൂർണമെന്റിൽ പങ്കെടുക്കുന്ന 48 രാജ്യങ്ങൾക്കുമായി ഏകദേശം ആകെ $871 മില്യൺ വീതിച്ചു നൽകുന്നത്. ഇന്ത്യൻ രൂപയിൽ നോക്കിയാൽ ഇത് ഏകദേശം 8360 കോടിയോളം രൂപ വരും. ഖത്തറിൽ നടന്ന 2022 വേൾഡ് കപ്പിലെ ആകെ സമ്മാനത്തുകയായ $440 മില്യൺ നോക്കുമ്പോൾ ഇത് വളരെ വലിയൊരു വർധനവാണ്. കപ്പടിക്കുന്ന ടീമിന് മാത്രം $50 മില്യൺ സമ്മാനമായി ലഭിക്കും. അതായത് ഏകദേശം 480 കോടി രൂപ. വേൾഡ് കപ്പ് ചരിത്രത്തിൽ ഒരു സിംഗിൾ ടീമിന് കിട്ടുന്ന ഏറ്റവും വലിയ തുകയാണിത്. അതായത് 2022 അർജന്റീനയ്ക്ക് കിട്ടിയ $42 മില്യൺ 2018 ഫ്രാൻസിന് കിട്ടിയ $38 മില്യൺ ഒക്കെ മുകളിൽ. പക്ഷേ ചില റിപ്പോർട്ടുകൾ അനുസരിച്ച് വേൾഡ് കപ്പിന് യോഗ്യത നേടിയ എല്ലാ ടീമുകൾക്കും $12.5 മില്യൺ ഉറപ്പായും, അതായത് ക്വാളിഫിക്കേഷൻ ആൻഡ് പ്രിപ്പറേഷൻ മണിയായി കിട്ടുമെന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ചാമ്പ്യന്മാർക്ക് ആകെ കിട്ടുന്നത് $62.5 മില്യൺ വരും. അതായത് ഏകദേശം 600 കോടി ഇന്ത്യൻ രൂപ. കൂടാതെ ഫൈനലിൽ തോറ്റുപോകുന്ന റണ്ണറപ്പായ ടീമിന് കളിയിലെ പ്രകടനത്തിന് $33 മില്യൺ കിട്ടും. ഇത് ഏകദേശം 316 കോടി രൂപയോളമാണ്. ഇതിന്റെ കൂടെ നമ്മൾ നേരത്തെ പറഞ്ഞ ആ ക്വാളിഫിക്കേഷൻ ഫണ്ടും കൂടി ചേർത്താൽ റണ്ണറപ്പിന് ആകെ കിട്ടുന്നത് ഏകദേശം $43 മില്യൺ മുതൽ $46 മില്യൺ വരെ ആയിരിക്കും. അതായത് ഏകദേശം 412 കോടി മുതൽ 440 കോടി ഇന്ത്യൻ രൂപ വരെ. മൂന്നാം സ്ഥാനത്തിനായുള്ള ലൂസേഴ്സ് ഫൈനൽ കളിച്ച് ജയിക്കുന്ന ടീമിന് $29 മില്യൺ കിട്ടും. അതായത് 278 കോടിയോളം ഇന്ത്യൻ രൂപ. ഇനി ആ കളിയിൽ തോറ്റ് 4ാം സ്ഥാനമാകുന്ന ടീമിന് ഏകദേശം $27 മില്യൺ കിട്ടും. അതായത് ഏകദേശം 259 കോടി ഇന്ത്യൻ രൂപയോളം. മുകളിൽ പറഞ്ഞ ആദ്യത്തെ 2 സ്ഥാനക്കാരുടെ കാര്യം പോലെ തന്നെ ഇവർക്കും യോഗ്യതയ്ക്കും തയ്യാറെടുപ്പുകൾക്കുമായി കിട്ടുന്ന 10 മുതൽ 13 മില്യൺ വരെയുള്ള അധിക തുകയും കൂടി ചേരുമ്പോൾ ഈ സമ്മാനത്തുക ഇനിയും കൂടും. 5 മുതൽ 8 വരെ സ്ഥാനങ്ങളിൽ വരുന്ന, അതായത് ക്വാർട്ടർ ഫൈനലിൽ തോറ്റു പുറത്താകുന്ന ഓരോ ടീമിനും $19 മില്യൺ വീതം ലഭിക്കും. ഏകദേശം 182 കോടി രൂപ. 9 മുതൽ 16 വരെ സ്ഥാനങ്ങളിൽ വരുന്ന, അതായത് റൗണ്ട് ഓഫ് 16 പുറത്താകുന്ന ടീമുകൾക്ക് $15 മില്യൺ വീതമാണ് കിട്ടുന്നത്. അതായത് 144 കോടിയോളം ഇന്ത്യൻ രൂപ. ഇനി 17 മുതൽ 32 വരെ സ്ഥാനങ്ങളിൽ വരുന്ന, അതായത് ഇത്തവണ പുതുതായി വന്ന റൗണ്ട് ഓഫ് 32 പുറത്താകുന്ന ടീമുകൾക്ക് $11 മില്യൺ വീതം ലഭിക്കും. ഇത് ഏകദേശം 106 കോടി ഇന്ത്യൻ രൂപയോളം വരും. ഗ്രൂപ്പ് സ്റ്റേജിൽ തന്നെ പുറത്തായി 33 മുതൽ 48 വരെയുള്ള സ്ഥാനങ്ങളിലെത്തുന്ന 16 ടീമുകൾക്ക് കളിച്ചതിന് മാത്രമായി $9 മില്യൺ വീതം ലഭിക്കും. അതായത് ഏകദേശം 86 കോടി രൂപ. ഇതിൻ്റെ കൂടെ എല്ലാവർക്കും ഉറപ്പായി കിട്ടുന്ന ആ ക്വാളിഫിക്കേഷൻ ഫണ്ടും കൂടി ചേരുമ്പോൾ വേൾഡ് കപ്പിന് യോഗ്യത നേടിയ ഏതൊരു രാജ്യത്തിനും കുറഞ്ഞത് $10.5 മില്യൺ മുതൽ $12.5 മില്യൺ വരെ ഉറപ്പായും സ്വന്തമാക്കാം. അതായത് ടൂർണമെൻറ്റിൽ ഏറ്റവും മോശം പ്രകടനം നടത്തുന്ന ടീം പോലും ഏകദേശം 100 കോടി രൂപ മുതൽ കോടി രൂപ വരെ കൊണ്ടുപോകുന്നുണ്ട്. ടൂർണമെന്റിലെ മികച്ച കളിക്കാരനുള്ള ഗോൾഡൻ ബോൾ, ഏറ്റവും കൂടുതൽ ഗോളടിക്കുന്നയാൾക്കുള്ള ഗോൾഡൻ ബൂട്ട്, മികച്ച ഗോൾ കീപ്പർക്കുള്ള ഗോൾഡൻ ഗ്ലൗ, പിന്നെ യങ് പ്ലെയർ അവാർഡ് തുടങ്ങിയ വ്യക്തിഗത ട്രോഫികൾക്കൊന്നും ടീമുകൾക്ക് കൊടുക്കുന്നത് പോലെ വലിയ തുകകളൊന്നും നേരിട്ട് കൊടുക്കാറില്ല. ഈ അവാർഡുകൾ നേടുന്ന കളിക്കാർക്ക് പിന്നീട് കിട്ടുന്ന വലിയ സ്പോൺസർഷിപ്പുകൾ, പരസ്യങ്ങൾ, അവരുടെ ട്രാൻസ്ഫർ വാല്യൂ കൂടുന്നത് വഴിയൊക്കെയാണ് യഥാർത്ഥത്തിൽ ഇവർക്ക് പണം ലഭിക്കുന്നത്. ഈ വേൾഡ് കപ്പ് കാലയളവിൽ ഫിഫയ്ക്ക് കിട്ടുന്ന വരുമാനത്തിന്റെ കണക്കുകളും ഭീകരമാണ്. 2023 മുതൽ 2026 വരെയുള്ള ഫിഫയുടെ ഈ വേൾഡ് കപ്പ് സൈക്കിളിൽ ആകെ വരുമാനമായി ഏകദേശം $13 ബില്യൺ മുകളിൽ കിട്ടുമെന്നാണ്. അതായത് 9600 കോടി ഇന്ത്യൻ രൂപയോളം. ഇതിൽ $3.9 ബില്യൺ TV ബ്രോഡ്കാസ്റ്റിംഗ് റൈറ്റ്സ്, $3 ബില്യൺ ടിക്കറ്റിംഗ് ആൻഡ് ഹോസ്പിറ്റാലിറ്റി, $2.8 ബില്യൺ സ്പോൺസർഷിപ്പുകളിൽ നിന്നുമാണ് ലഭിക്കുന്നത്. അതേസമയം ഈ 4 വർഷത്തെ സൈക്കിളിന് പകരം 2026 ഈ ഒരൊറ്റ ടൂർണമെന്റിൽ നിന്ന് മാത്രം ഫിഫയ്ക്ക് എത്ര കിട്ടുമെന്ന കാര്യത്തിൽ വ്യത്യസ്ത കണക്കുകളാണ് പറയുന്നത്. ഇത് $8.9 ബില്യൺ മുതൽ $11 ബില്യൺ വരെയാകാം എന്നാണ് പറയപ്പെടുന്നത്. ഇന്ത്യൻ രൂപയിലേക്ക് മാറ്റിയാൽ ഏകദേശം 85,440 കോടി രൂപ മുതൽ 1,05,600 കോടി രൂപ വരെ വരും. ഇത്
ഇനി ലാഭത്തിന്റെ കാര്യം നോക്കിയാൽ നമ്മളിൽ പലരും കരുതിയിരിക്കുന്നത് ഫിഫ ഈ കിട്ടുന്ന കോടികളെല്ലാം ലാഭമായി പെട്ടിയിലാക്കി പൂട്ടിവെക്കുകയാണെന്നാണ്. പക്ഷേ നിയമപരമായി ഫിഫ നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷനാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് വരുന്ന വരുമാനത്തിന്റെ ഭൂരിഭാഗവും ഫുട്ബോളിന്റെ വികസനത്തിന് തന്നെ തിരിച്ചു ചിലവാക്കണം എന്നാണ് നിയമം. കൂടാതെ ഈ ടൂർണമെന്റിൽ പുറത്തുവന്ന റിപ്പോർട്ടുകൾ പ്രകാരം ഫിഫയുടെ ഡിസിപ്ലിനറി കോഡ് അനുസരിച്ച് ഒരു യെല്ലോ കാർഡ് കിട്ടിയാൽ $10,000 പിഴയൊടുക്കണം. അതായത് ഏകദേശം 9.6 ലക്ഷം രൂപ. ഒരു കളിയിൽ തന്നെ 2 മഞ്ഞക്കാർഡ് കണ്ട് പുറത്തായാൽ അത് $15,000 പിഴയായി മാറും, ഏകദേശം 14.4 ലക്ഷം രൂപ. ഇനി നേരിട്ട് ചുവപ്പ് കാർഡ് അഥവാ സ്ട്രൈറ്റ് റെഡ് കാർഡ് കണ്ടാണ് പുറത്താകുന്നതെങ്കിൽ പിഴ $20,000 അതായത് 19.2 ലക്ഷം രൂപയോളം വരുന്നത്. ഒരു കളിയിൽ ഒരു ടീമിലെ തന്നെ 5 അതിലധികമോ കളിക്കാർക്ക് ഇങ്ങനെ കാർഡുകളോ ശിക്ഷകളോ കിട്ടിയാൽ ഫിഫ ആ ടീമിന് മേൽ അധികമായി $15,000 വേറെയും പിഴ ചുമത്തും. ഇതൊക്കെ പല റിപ്പോർട്ടുകളിലെ കണക്കുകളാണ്. ഇനി നമുക്ക് വേൾഡ് കപ്പ് ട്രോഫിയെക്കുറിച്ച് സംസാരിക്കാം. ഇപ്പോൾ നമ്മൾ കാണുന്ന ഈ വേൾഡ് കപ്പ് ട്രോഫി 1974 സിൽവിയോ ഗസാനിക എന്ന ഇറ്റാലിയൻ കലാകാരൻ ഡിസൈൻ ചെയ്തതാണ്. 36.5 സെന്റിമീറ്റർ ഉയരമുള്ള ഈ ട്രോഫി ഉണ്ടാക്കിയിരിക്കുന്നത് 18 ക്യാരറ്റ് സ്വർണം കൊണ്ടാണ്, അതായത് 75% പ്യുവർ ഗോൾഡ്. ഇതിന്റെ അടിഭാഗത്ത് പച്ച നിറത്തിലുള്ള മലാക്കൈറ്റ് കല്ലിന്റെ 2 വളയങ്ങളുമുണ്ട്. ഈ ട്രോഫിയുടെ ഉൾഭാഗം പൊള്ളയാണ്, അല്ലാതെ ഫുൾ സ്വർണം നിറച്ചതല്ല. ഇതിന്റെ ആകെ ഭാരം 6.175 കിലോഗ്രാമാണ്. കാരണം ഇതേ വലിപ്പത്തിൽ ഉള്ളിൽ സ്വർണം നിറച്ചുണ്ടാക്കിയാൽ അതിന് 70 മുതൽ 80 കിലോഗ്രാമോളം ഭാരമുണ്ടാകും. ഇതിന്റെ ചരിത്രപരവും സാംസ്കാരികപരവുമായ മൂല്യം വെച്ച് നോക്കുമ്പോൾ ഇതിന്റെ ആകെ വില ഏകദേശം $20 മില്യൺ വരും, അതായത് നമ്മുടെ നാട്ടിലെ 192 കോടിയോളം ഇന്ത്യൻ രൂപ. പക്ഷേ ഇതിലെ വെറും സ്വർണത്തിന്റെ മാത്രം വില നോക്കിയാൽ അത് $4 ലക്ഷം മുതൽ $5 ലക്ഷം വരെ മാത്രമേ വരൂ. 1974 മുതൽ ഇങ്ങോട്ട് കപ്പടിച്ച എല്ലാ രാജ്യങ്ങളുടെയും പേരുകൾ ഈ ട്രോഫിയുടെ അടിഭാഗത്ത് ഒരു സ്പൈറൽ രൂപത്തിൽ കൊത്തിവെച്ചിട്ടുണ്ട്. കപ്പടിക്കുന്ന ടീമിന് ഈ ഒറിജിനൽ ട്രോഫി സ്വന്തമായി കൊണ്ടുപോകാൻ കൊടുക്കില്ല. ഫൈനലിലും സ്റ്റേഡിയത്തിലെ മറ്റ് ചടങ്ങുകളിലും മാത്രമേ ഇത് പ്രദർശിപ്പിക്കൂ. അത് കഴിഞ്ഞാൽ ഫിഫ ഇത് തിരിച്ച് സൂറിച്ചിലുള്ള ഫിഫയുടെ മ്യൂസിയത്തിലേക്ക് കൊണ്ടുപോകും. പകരം വിജയികൾക്ക് സ്ഥിരമായി സൂക്ഷിക്കാൻ സ്വർണം പൂശിയ ഗോൾഡ് പ്ലേറ്റഡ് ബ്രോൺസ് റെപ്ലിക്ക കൊടുക്കും. വിജയിച്ച കളിക്കാർക്കും കോച്ചുമാർക്കും പിന്നെ രാജ്യത്തലവന്മാർക്കും മാത്രമേ ഗ്ലൗസ് ഇടാതെ ഈ ഒറിജിനൽ ട്രോഫി തൊടാൻ അനുവാദമുള്ളൂ. ഇതുപോലെ തന്നെ ഫിഫ പ്രസിഡന്റിന്റെ ശമ്പളവും വളരെ വലുതാണ്. ഫിഫയുടെ ഏറ്റവും പുതിയ ഔദ്യോഗിക കണക്കുകൾ പ്രകാരം പ്രസിഡന്റ് ജിയാനി ഇൻഫാന്റിനോയ്ക്ക് ഒരു വർഷം കിട്ടുന്ന ആകെ തുക അഥവാ പേ പാക്കേജ് ഏകദേശം $6 മില്യൺ ആണ്. നമ്മുടെ ഇന്ത്യൻ രൂപയിലേക്ക് മാറ്റിയാൽ ഇത് ഒരു വർഷം ഏകദേശം 57.6 കോടി രൂപയോളം വരും, അതായത് മാസം തോറും ഏകദേശം 4.8 കോടി രൂപ. കൂടാതെ ഇത്തവണ കപ്പടിക്കുന്ന ടീമിന് മെഡലുകളും ട്രോഫിയും കൂടാതെ ഫിഫയുടെ വക സ്പെഷ്യൽ ചാമ്പ്യൻഷിപ്പ് മോതിരങ്ങളും ലഭിക്കുന്നുണ്ട്. ഈ ടൂർണമെന്റിന്റെ വർഷം ഓർമ്മിപ്പിക്കാൻ വേണ്ടി ആകെ 2026 മോതിരങ്ങൾ മാത്രമാണ് ഫിഫ നിർമ്മിക്കുന്നത്. ഇതിൽ വെറും 30 എണ്ണം മാത്രമാണ് വേൾഡ് കപ്പ് ജയിക്കുന്ന കളിക്കാർക്കും കോച്ചുമാർക്കുമായി മാറ്റിവെച്ചിരിക്കുന്നത്. ബാക്കി വരുന്ന 1996 മോതിരങ്ങൾ ലോകമെമ്പാടുമുള്ള ഫുട്ബോൾ പ്രേമികൾക്ക് ഓർമ്മിക്കാനായി വാങ്ങാൻ വേണ്ടി ഫിഫ വിൽപ്പനയ്ക്ക് വെക്കുകയും ചെയ്യും. കഴിഞ്ഞില്ല. ഫൈനൽ കളി നടക്കുന്ന സ്റ്റേഡിയത്തിലെ യഥാർത്ഥ പുല്ല് വെട്ടിയെടുത്ത് കേടുവരാതെ അക്രിലിക് ക്യൂബുകളിലാക്കി ഫിഫ വിൽക്കുന്നുമുണ്ട്. വെറും പുല്ല് മാത്രമല്ല, ഇത് ഒറിജിനൽ തന്നെയെന്ന് തെളിയിക്കുന്ന ഡിജിറ്റൽ സർട്ടിഫിക്കറ്റും ഇതിനൊപ്പമുണ്ട്. ആളുകളുടെ താല്പര്യമനുസരിച്ച് 4 തരത്തിലാണ് ഇത് വിൽക്കുന്നത്. ഏറ്റവും വില കുറഞ്ഞതിന് $450 വില, ഏകദേശം 43,000 രൂപ. എന്നാൽ സ്വർണം പൂശിയ ടിക്കറ്റും ട്രോഫിയുടെ റെപ്ലിക്കയുമൊക്കെയുള്ള VVIP അഥവാ ഹീറോ പാക്കേജിന് $3,000 വില വരുന്നത്, അതായത് ഏകദേശം 2.88 ലക്ഷം രൂപ. 2026 എന്ന വർഷം കണക്കാക്കി ഓരോ കാറ്റഗറിയിലും കൃത്യം 2026 എണ്ണം വീതമാണ് വിൽക്കാൻ വെച്ചത്. ഏതായാലും വേൾഡ് കപ്പിനെ കുറിച്ചും അതിലെ പ്രൈസ് മണിയെക്കുറിച്ചും അവർക്ക് കിട്ടുന്ന ആദരങ്ങളെക്കുറിച്ചും നിങ്ങൾക്കൊരു കൃത്യമായ ധാരണ കിട്ടിക്കാണുമെന്ന് തന്നെ വിശ്വസിക്കുന്നു. നിങ്ങളുടെ സംശയങ്ങൾ കമന്റായി രേഖപ്പെടുത്താൻ മറക്കരുത്. ഈ വർഷത്തെ വേൾഡ് കപ്പിലെ നിങ്ങളുടെ പ്രിയപ്പെട്ട ടീം ഏതാണെന്നും കമന്റ് ചെയ്യാൻ വിട്ടുപോകരുത്. അപ്പോൾ മറ്റൊരു ഇൻഫോർമേറ്റീവായ വീഡിയോയുമായി വരുന്നതുവരെ ഗുഡ് ബൈ.